இந்த ஊருக்கு வந்தீங்க? எந்த வயசுல வந்தீங்க? அடப்பாவி, இவ்வளவு நேரம் அதத்தானடா சொல்லிட்டு இருந்தேன். என்னடா பண்ண? சொல்லி முடிச்சிட்டியா? டேய், கேட்டியா இல்லையா? சரி இப்ப சொல்லு. எந்த வயசுல வந்தீங்க? ஊருக்குலாம் டேய் போவீங்களா? பாவி, இது உனக்கே நியாயமா இருக்கா? அதை கில்லாதடா. இதெல்லாம் இந்த வயசுல வர்றதுதான். உன்னை யாரோ குறுகுறுன்னு பாக்குறாங்க. எவ்வளோ ஒருத்தி உன்னை சைட் அடிக்கிறான்னு நினைக்கிற. വള്ളത്തിൽ സ്ഥലമുണ്ട്, വേഗം വാ. ആ കേറിക്കോ. நீங்க போங்க, நான் வரேன். ഇനി എങ്ങാനും അവൻ പിന്നിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 2 കൊടുക്കും. നീ നിന്റെ ജോലി നോക്കിയാ മതി. ഞാൻ പറഞ്ഞില്ലേ, അവൻ പുറകെ തന്നെ ഉണ്ട്. നീ വയ്ക്കോ. ഹലോ സുന്ദൽ, നീ എന്താ ഈ വഴിക്ക്? നിന്റെ വീട് അവിടല്ലേ, പിന്നെ എന്താ ഈ വഴിക്കെന്നാ ചോദിച്ചേ? இந்த பக்கம் என்ன போஸ்ட்மேன் வீடு இல்ல, അവിടെ ഉണ്ട്. നോക്കാം. ആ പാട്ടി പ്രൊഫസറിന്റെ ക്ലാസ് തുടങ്ങിയ എന്ത് ചെയ്യാനാ? നീ കോഴ്സ് എടുത്തോണ്ടാ ഞാൻ എടുത്തത്. ഇതിപ്പോ മാനേജറിലേ പറ്റൂ. ആരാന്ന് ചോദിച്ചിട്ട് മിണ്ടാതെ പോകുന്നോ? ഇങ്ങോട്ട് വാ. ചോദിച്ചത് കേട്ടില്ലേ? എന്താ വിളിക്കുന്നത്? വാങ്ങട. ആരാ മനസ്സിലായില്ലല്ലോ. போஸ்ட் மாஸ்டரோட சன். ആ തമിഴാ? അമ്മവാ, ആ ഇവന്റെ ക്ലാസ്മേറ്റാ, നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിന്റെ മോനാ. ആ ഭയപ്പെടണ്ട, എല്ലാം ഇവിടെ വളർത്തുന്ന ആനകളാ, ആരെയും ഉപദ്രവിക്കില്ല. ആ ഹായ് രേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. நீங்க ரெடி? സെന്തിൽ എന്താ എഴുതുന്നത്? കെമിസ്ട്രി അസൈൻമെന്റ്. സെന്തിൽ എഴുതി കഴിഞ്ഞോ? ആ കഴിഞ്ഞു. എന്നാ തരാ, ഒരു കോപ്പി എടുക്കണം. ഇതാ? இல்ல, இது உங்களுக்கு ஹேண்ட் ரைட்டிங் உங்களுக்கு புரியாது. അതൊന്നും സാരമില്ല, മനസ്സിലായാ മതി. തമിഴിലല്ലേ എഴുതിയിരിക്കാൻ? തമിഴിലോ? കള്ളം പറയണ്ട കേട്ടോ. ഈ ഇംഗ്ലീഷ് മീഡിയം കോളേജിൽ വന്നിട്ടാണ് തമിഴിൽ എഴുതിയിരിക്കുന്നത്. എന്താ ഒന്ന് കാണട്ടെ. ആ, വെറുതെ എങ്ങനെ എഴുതിയിരിക്കുന്നൊന്ന് കാണാനാ പ്ലീസ്. എങ്ങനെ എഴുതിയിരിക്കുന്നൊന്ന് കാണാനാ പ്ലീസ്. പിന്നെ കാണിക്കാം പ്ലീസ്. പിന്നെ കാണിക്കാം പ്ലീസ്. സെന്തിൽ, നിക്ക് സെന്തിൽ. സെന്തിൽ പ്ലീസ് പ്ലീസ് വേണ്ട പ്ലീസ്. ഇല്ല വേണ്ട വേണ്ട പ്ലീസ്. நான் பின்னாடி காமிக்கிறேன். அப்புறம் காமிக்கிறேன். ப்ளீஸ் ப்ளீஸ். இல்ல நான் அப்புறம் காமிக்கிறேன். இதுதான் இருக்கு. ആദ്യം പറഞ്ഞ തമിഴിൽ. இல்லங்க வேண்டாம். நான் നോണ പറയുന്നേ. പിന്നെ കാണിക്കാം. സരി സരി நான் കാണിക്കാം. ഞാൻ നോക്കാം. നീ എന്തോ ഒളിക്കുന്നുണ്ട്. ഇല്ല ഇങ്ങനെ തരാനില്ല പറഞ്ഞു. ലതിക, സെന്തിൽ, ഞാൻ പറയുന്നത് കേൾക്കൂ. പ്രേമം എന്നത് കാണുന്ന നിമിഷം തന്നെ തോന്നേണ്ടതല്ല, അത് മനസ്സിന്റെ വികാരമാണ്. എപ്പോ എന്റെ മനസ്സിൽ നിങ്ങളോട് പ്രേമം തോന്നുന്നുവോ, എപ്പോ എന്റെ സ്വപ്നങ്ങൾ വന്ന് നിങ്ങൾ എന്നെ ശല്യം ചെയ്യുന്നുവോ, നിങ്ങളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മാത്രം എനിക്കെന്ന് തോന്നുന്നുവോ, എപ്പോ എന്റെ മനസ്സിന്മേൽ വിജയം വരിച്ച് നിങ്ങളുടെ പിന്നാലെ ഓടി വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നുവോ, അപ്പൊ മാത്രമേ നിങ്ങളുടെ പ്രേമത്തെ ഞാൻ അംഗീകരിക്കൂ. താങ്ക്സ്. സോറി.
திட்டுறாளா ஓகேன்றாளா ஒண்ணுமே புரிய மாட்டேங்குது. எட்ரா. மலையாளம் தெரியாம ரொம்ப கஷ்டமா இருக்குடா. யாராவது திட்டினா கூட புரிய மாட்டேங்குது. இங்க எப்படி திட்டுவாங்க? அது ஆளை பொறுத்து. சில பேர் போடா பட்டின்வா, பிராந்துன்வா. பொதுவா நம்ம ஆளுங்களை பாண்டிம்பாங்க. அதென்ன பாண்டி? சரி அதை விடு. ஆமா இதெல்லாம் சிறுசா இருக்கே, பெருசா திட்டினா? யார் ஒண்ணு திட்டினா? லத்திகாவா? ஐயோ அப்படிலாம் இல்லடா. ஏய், நீ வேற. நீயே சொல்லு. சும்மா. சும்மா பின்னாடி பயன்படுமேன்னு கேட்டேன். பாத்து மாமு, பெரிய இடம். ஆமா, லவ் சொல்லிட்டியா? சொல்லல, எழுதி காமிச்சேன். எது? நோட்ல எழுதிருந்தேன், பாத்துட்டாடா. என்ன சொன்னா? ஏதோ சொன்னா. 10 பக்கத்துக்கு எஸ்ஏ எழுதி வைக்கணும், ஒப்பிச்சுட்டு போயிட்டா. பட படன்னு பேசினா ஒண்ணுமே புரியலடா. அப்ப ஒண்ணு செய். என்ன? இந்த வாக்மேன் வச்சுக்க. நாளைக்கு அவகிட்ட ஐ லவ் யூ சொன்னோன்னு ரெக்கார்ட் பண்ணிடு, கண்டுபிடிச்சிடலாம். Attention, standard T. Attention, dear students. തിരുവലാംകുന്നം കോവിലിലെ ഉത്സവത്തിനായി നമ്മൾ ഈ വർഷവും ക്യാമ്പ് നടത്തുന്നു. അതിന്റെ പരിശീലനത്തിനെന്ന പോലെ നമുക്ക് ഈ കോളേജ് പരിസരം വൃത്തിയാക്കാം. ഓക്കെ? നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഗ്രൂപ്പായി തിരിഞ്ഞ് അവരവരെ ജോലികൾ ആരംഭിച്ചോളൂ. ലതിക, ആ? I love you. സുനിൽ, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ പ്രേമം മനസ്സിനുള്ളിൽ നിന്ന് വരണമെന്ന്. ഇപ്പൊ എനിക്ക് നിങ്ങളോട് പ്രേമം തോന്നുവോ? ഇപ്പൊ എന്റെ സ്വപ്നങ്ങൾ നിങ്ങൾ എന്നെ ശല്യം ചെയ്യുന്നുവോ? നിങ്ങളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മാത്രമേ എനിക്കൊന്ന് തോന്നുവോ? ഇപ്പൊ എന്റെ മനസ്സിന്മേൽ വിജയം വരിച്ച് നിങ്ങൾ പിന്നാലെ ഓടി വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നുവോ? അപ്പൊ മാത്രമേ നിങ്ങളുടെ പ്രേമത്തെ ഞാൻ അംഗീകരിക്കൂ. മനസ്സിലായോ? யூரின் போயிட்டு வர மாட்டேன். என்னடா? பேசுறது ரெக்கார்ட் பண்ணிட்டியா? Okay. வெயிட் பண்ணு. என்னடா? வெயிட். கேட். ஐயோ கேசட். கேசட் எங்கடா? இருந்தாதானே கேட்கறதுக்கு. இன்னும் 10 நாளைக்கு பைத்தியம் முடிச்சு சுத்த போறேன். வெயிட் பண்ணு மவனே. செமஸ்டர் லீவ் முடியற வரைக்கும் வெயிட் பண்ணு. நமக்கு காதல் வந்துருச்சுன்னா காதலி வீடு பக்கத்து தெருவில் இருந்தா கூட ஏதோ பாகிஸ்தான்ல இருக்கிற மாதிரி ஃபீல் பண்ணுவோம். அவளை விட்டு பிரிஞ்சு வாழ்ற ஒவ்வொரு வினாடியும் நகராம கடிகாரம் உள்ள 100 பேரை கூட்டு போய் தள்ளலாமான்னு யோசிப்போம். லவ் பண்றதையும் சொல்லிட்டு அதுக்கு என்ன பதில் சொன்னான்னு தெரியாத எனக்கு எப்படி இருக்கும்? இதுல வேற செமஸ்டர் லீவுன்னு ஊருக்கு போயிட்டான். திரும்ப ஒரு வாரத்துல வந்துருவான்னு தெரிஞ்சும் அந்த பிரிவை தாங்க முடியாம அவ இல்லாத வீட்டை சுத்தி வந்து இப்படி எல்லா பைத்தியக்காரத்தனமும் நானும் பண்ணியிருக்கேன். எல்லாரும் எப்ப வரும்? എന്തിനാ? இல்ல யானை எல்லாம் பட்டினியா கிடக்க தீனி போட ஆள்லன்னு கேட்டேன். ஒன்னும் அறிய வேணாம், கூட்டு உன்கிட்ட போய் கேட்டேன் பாரு. ശരിക്കും മഴ പെയ്യുന്നു. டேய், என்னடா லதிகா காணோம்? 2 பேரும் ஒண்ணா தானே வரும். ஏன்ட்ட கேக்குற? டேய் செந்தில் வாடா வா. லதிகா എന്ത് വിശേഷം?
ഇന്ന് എന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ചോക്ലേറ്റ് ഇല്ലേ ചോക്ലേറ്റ് ഒക്കെ പൂർണ്ണല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ണിയപ്പല്ലേ ഫാഷൻ അതൊന്നും